കുമ്പളയിൽ വെടിക്കെട്ടുത്സവത്തിന് പിന്നാലെ കടയിലെത്തിയ പോലീസ് യുവ വ്യാപാരിയെ തല്ലിച്ചതച്ചതായി പരാതി. ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയ വ്യാപാരികൾ പോലീസ് സ്റ്റേഷൻ മാർച്ചിനുള്ള തയ്യാറെടുപ്പിലാണ്. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. സാമൂഹ്യ പ്രവർത്തകനും കുമ്പളയിലെ ഒബർല കോംപ്ലക്സിലെ പാദരക്ഷക്കടയുടമയുമായ മുഹമ്മദ് സാഹിദാണ് അടിയേറ്റ പരിക്കുകളോടെ കുമ്പള സഹകരണ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. പോലീസിന്റെ ലാത്തിയടിയേറ്റ് സാഹിദിന്റെ തലയ്ക്കാണ് ഗുരുതരമായ പരിക്കേറ്റതെന്നും വ്യാപാരികൾ പറയുന്നു. ബുധനാഴ്ച രാത്രി കുമ്പള കണിപുര ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിൽ വെടിക്കെട്ടുത്സവമായിരുന്നു. ഇത് കഴിഞ്ഞയുടനെ കടയടക്കുന്നതിനിടയിൽ 3 പോലീസുകാർ വന്ന് ഒരു കാരണവുമില്ലാതെ യുവാവായ വ്യാപാരിയെ തലങ്ങും വിലങ്ങും അടിക്കുകയായിരുന്നുവെന്നുമാണ് വ്യാപാരികൾ പറയുന്നത്. മാത്രമല്ല യുവാവിന്റെ മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചുപറ്റിയതായും ആരോപണമുണ്ട്. തൊട്ടടുത്ത് കച്ചവടമാക്കുന്ന കുമ്പളയിലെ വ്യാപാരിയാണ്. ഈ വ്യാപാരിയെ സമാധാനപരമായി നടക്കുന്ന ഉത്സവവുമായി ബന്ധപ്പെട്ടിട്ട് പോലീസ് അകാരണമായി ഷോപ്പിലേക്ക് കയറുകയും മൃഗീയമായി ആക്രമിക്കുകയാണ് ചെയ്തത്. ഒരു കാരണവുമില്ലാതെയാണ് ഒരു അക്രമത്തിന് മുതിർന്നത്. ക്രിമിനൽ സ്വഭാവമുള്ള ഏതാനും ചില പോലീസ് ഉദ്യോഗസ്ഥരാണ് വ്യാപാരികളെ ഈ പരിപാടിയായിട്ട് എല്ലായിടത്തും സഹകരിച്ച ഒരു വിഭാഗമാണ്. ക്രിമിനൽ സ്വഭാവമുള്ള പോലീസുകാരാണ് ഇതിനെ അക്രമത്തിന് പിന്നിൽ. ആ പോലീസുകാരനെതിരെ ശക്തമായിട്ടുള്ള നടപടിയെടുക്കണമെന്ന് നമ്മൾ പരാതിയുമായി മുമ്പോട്ട് പോകുന്നുണ്ട്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കുമ്പള യൂണിറ്റ് പരാതി കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പരാതി സ്വീകരിക്കാത്ത പക്ഷം പോലീസ് സ്റ്റേഷൻ മാർച്ച് അടക്കമുള്ള സമരപരിപാടികളുമായി മർച്ചന്റ് കുമ്പള വ്യാപാരി മുമ്പോട്ട് പോകുമെന്നാണ് നമുക്ക് അറിയിച്ചിട്ടുള്ളത്. അതിനിടെ സംഭവം സാധൂകരിക്കുന്ന CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. വിഷയം വ്യാപാരികൾക്കിടയിൽ വലുതും വ്യാപകവുമായ പ്രതിഷേധത്തിനാണ് വഴി തുറന്നിട്ടുള്ളത്. ആരോപണ വിധേയരായ പോലീസുകാർക്കെതിരെ കർശന നടപടി വേണമെന്നതാണ് ഇവരുടെ ആവശ്യം. അല്ലാത്തപക്ഷം പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള ശക്തമായ സമരപരിപാടികളുമായി തെരുവിലിറങ്ങുമെന്നുമാണ് വ്യാപാരികളുടെ മുന്നറിയിപ്പ്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.